ഒരുപക്ഷെ 1-2 വർഷങ്ങളായി നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളില്ലെങ്കിലും ഞങ്ങൾ ഈ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകർ, ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളോത്സവം കുറ്റമറ്റ രീതിയിൽ നടത്താൻ സന്നദ്ധമായി മുന്നോട്ട് വരുമെന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഈ അവസാന നിമിഷത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. പവൻ ഗോൾഡ് തിരൂർ എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം, സിവി റോഡ്, പൊന്നാനി. ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ഏക സംസ്ഥാനം അത് കേരളം മാത്രമാണ് എന്ന് പറയുന്നത് തീരുമാനം. നമുക്ക് എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം ഉണ്ടാവണമെന്ന തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ ഗവൺമെന്റ് കാലത്ത് തന്നെ പൂർത്തീകരിക്കാൻ കഴിയും എന്ന വിശ്വാസമാണുള്ളത്. ഇപ്പൊ നമ്മുടെ മണ്ഡലത്തിനകത്ത് 2 സിന്തറ്റിക് ട്രാക്കുകൾ ഇനി ആലങ്കോട് വരാൻ പോകുന്നു. അങ്ങനെ ഈ പൊന്നാനിയുടെ വലിയ രൂപത്തിലേക്കുള്ള സ്റ്റേഡിയം വരേണ്ടതുണ്ട്. ഈ കുട്ടികൾക്ക് കളിക്കാൻ, നമ്മുടെ പുതിയ താരങ്ങളെ വളർത്തിയെടുക്കാനും അതിന് സൗകര്യം ഒരുക്കാനും, പശ്ചാത്തല സൗകര്യം ഒരുക്കാനും ഇത്തരം സ്റ്റേഡിയങ്ങൾ നമുക്ക് അനിവാര്യമാണ്. അത് വലിയ രൂപത്തിലേക്കുള്ള മാറ്റം നമുക്കുണ്ട്. തുടർച്ചയായ 2ാം വർഷം ഇനി മറ്റൊരു ക്ലബ്ബ് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ജനിച്ചിട്ട് വേണം നാട്ടുകൂട്ടത്തിന്റെ മണ്ണിൽ കബറടക്കം നടത്താനെന്ന്. ഒട്ടും പിന്നിലല്ല, മുന്നിൽ മുന്നിൽ മുന്നിൽ. ചരിത്രങ്ങൾ പിറക്കുന്ന നിമിഷം, നക്ഷത്രരാവുകൾ നാട്ടുകൂട്ടത്തിന്റെ മുന്നിൽ വിരിമാറി തുറക്കുന്ന നിമിഷം. ചരിത്രമേ തുറക്കുമോ, കാലമേ നീതിയുടെ വിളയാട്ടങ്ങൾക്ക് മുന്നിൽ നാട്ടുകൂട്ടം, പൊന്നാനിയുടെ ചുണക്കൂട്ടന്മാർ ഒരേ സ്വരത്തിൽ, ഒരേ മുദ്രാവാക്യം, നാടുനീളെ മുന്നോട്ട്. ആവേശകരമായ വടംവലി മത്സരം, പുരുഷന്മാരുടെ വടംവലി മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് യങ്സ്റ്റേഴ്സ് ആണ്. യങ്സ്റ്റേഴ്സ് ടീമിനുള്ള സമ്മാനം നൽകുന്നതിന് വേണ്ടി ഏറെ പ്രിയപ്പെട്ട MLA സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അതിന്റെ ടീമിനെയും ഒരു സമ്മാനം. ബാഡ്മിന്റൺ സിംഗിൾ വിമൻ സൗഹൃദ കൂട്ടം